നല്ല ഉറക്കമാണല്ലോ. പൂജ, എഴുന്നേക്ക്, നിന്റെ വീടെത്തി. പൂജ, നീ ഓക്കെ അല്ലേ? സഞ്ജു, എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ടയർഡാ. സാരമില്ല, ചെന്ന് കിടന്നു, നമുക്ക് നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ്. ഫോൺ എൻ്റെ ഫോണല്ലല്ലോ, പിന്നെ ഏത് ഫോണായി അടിക്കുന്നത്? കാറിലാണല്ലോ ഫോണിൻ്റെ റിങ് കേൾക്കുന്നത്. ഇവിടെ പോകുന്ന വെപ്രാളത്തിൽ ബാഗ് എടുത്തില്ലേ? ചിലപ്പോൾ ആൻറ്റി വല്ലതുമായിരിക്കും, എടുത്ത് സംസാരിച്ചാലോ? ഇതിൽ ഫോൺ എവിടെയാ? ഇതെന്താ? അപ്പോ പൂജ പ്രഗ്നൻ്റ് ആണോ? എത്ര സിമ്പിളായിട്ട് അവൾ എന്നെ ഒഴിവാക്കി അവൻ്റെ കൂടെ കയറി പോയത്. അവൾക്ക് എന്നെ ഒഴിവാക്കാൻ ഇപ്പോൾ എളുപ്പമോ? ഇന്ന് വെറുതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നെ അവോയ്ഡ് ചെയ്യുമായിരുന്നു നീ. ഇനി മുതൽ ഞാനും അങ്ങനെ തന്നെയായിരിക്കും, നോക്കിക്കോ. സമയം ഒരുപാടായി. അങ്കിൾ എന്തിനായിരിക്കും പെട്ടെന്നൊരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് വിളിപ്പിച്ചേ? പഴയ ഫയലും ചോദിച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ആവോ? ഒൻപത് മണിക്ക് എത്താൻ പറഞ്ഞതാ, ഇപ്പോൾ 9:15. ഞാൻ ലേറ്റായി. ഇത് തന്നെയല്ലേ അങ്കിൾ ചോദിച്ച ഫയല്? ഇവൻ ഇതിനകത്തുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, എങ്ങോട്ടാ ഇടിച്ചേറി പോകുന്നത്? എനിക്ക് 5th ഫ്ലോർ വരെ ഒന്ന് പോകണമായിരുന്നു, അർജൻറ്റാ. എന്ത് അർജൻറ്റാണെങ്കിലും ഇതിൽ കയറാൻ പറ്റില്ല. സെക്കൻഡ് ലിഫ്റ്റ് യൂസ് ചെല്ലു. ബട്ട് പ്രേം, അത് കംപ്ലൈൻറ്റാ. എനിക്ക് ഫയല് അർജൻറ്റായിട്ട് അങ്കിളുടെ കൊണ്ട് കൊടുക്കണം. സോറി മിസ് പൂജ, പറ്റില്ല. ഇത് ഞങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള പേഴ്സണൽ ലിഫ്റ്റാണെന്ന് അറിയില്ലേ? പ്രേം, ആ ലിഫ്റ്റ് കംപ്ലൈൻറ്റാ. എനിക്കിത് അർജൻറ്റായിട്ട് കൊടുക്കണം. ഞാനൊന്ന് പൊക്കോട്ടെ പ്ലീസ്. സോറി. ഷെറ്റ്, ഞാനിനി സ്റ്റെയർ കയറി കൊണ്ട് കൊടുക്കണമല്ലോ. ആലോചിച്ചിട്ട് കാര്യമില്ല, ഈ സ്റ്റെയറൊക്കെ കയറേണ്ടത് തന്നെ. എത്തുന്നില്ലല്ലോ. വാടിത്തളരുമ്പോ കണ്ണീരാറ്റും കാറ്റായി ചാരത്തെത്തുന്നാരേ. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? പൂജ, ബാ. നീ എന്താ ആകെ സ്വെറ്റ് ചെയ്തിരിക്കുന്ന? നീ സ്റ്റെയർ വഴിയാണോ വന്നത്? നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ലേ? അങ്കിൾ, അത് ലിഫ്റ്റ് ഫുള്ളായിരുന്നു. ഞാൻ പിന്നെ ലേറ്റ് ആവുമെന്ന് കരുതി സ്റ്റെയർ വഴി വന്നതാ. ഞാൻ ഓക്കെ. ജസ്റ്റ് ഒരു 5 minutes വെയിറ്റ് ചെയ്താൽ ലിഫ്റ്റ് പിന്നെയും വരില്ലേ? എന്തിനാ നീ സ്റ്റെപ്പൊക്കെ കയറാൻ നിന്ന? ഇല്ല അങ്കിൾ, ലേറ്റ് ആവുമെന്ന് കരുതി. ഇറ്റ്സ് ഓക്കെ, ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏതായാലും നീ മീറ്റിംഗ് റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തോ. ഒരു 10 minutes ആകുമ്പോൾ ഞാനിവിടെ എത്തിക്കോളാം. താങ്ക് യു അങ്കിൾ. ആകെ തളർന്നു, മനുഷ്യൻ്റെ തലയൊക്കെ കറങ്ങുക. പൂജ അല്ലേതാ വരുന്ന? പൂജ. സഞ്ജു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നീ മീറ്റിംഗ് ഹാളിൽ പോയില്ലേ? അങ്ങോട്ടേക്ക് പോകാൻ പോയപ്പോഴാ നിന്നെ കണ്ട. അല്ല, നിനക്കെന്ത് പറ്റി? നീ എന്താ മൊത്തത്തിൽ സ്വെറ്റ് ചെയ്തിരിക്കുന്ന? എന്ത് പറ്റി പൂജ? നീ ഓക്കെ അല്ലേ? ഹേയ് സഞ്ജു, നീ വല്ലാണ്ട് കെയർ ചെയ്യണ്ട. അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 5 നിലയൊക്കെ കയറുമ്പോൾ കുറച്ചൊന്ന് സ്വെറ്റ് ചെയ്യും. വാട്ട്? പൂജ, നീ സ്റ്റെപ്പ് കയറിയാണോ വന്നേ? നീ എന്തിനാ ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ നിന്ന്? നിനക്ക് ലിഫ്റ്റ് വന്നൂടെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മീറ്റിംഗ് ഹാളിൽ പോവാം. ജസ്റ്റ് ഒരു തമാശയ്ക്ക് ചെയ്ത അവളുടെ ഫേസൊക്കെ ആകെ വല്ലാണ്ട്. പൂജ ഓക്കെ അല്ലേ? സഞ്ജു, നമുക്ക് പോവാം. എൻ്റെ തല. ഹേയ് പൂജ, പിടിക്ക്.
പൂജ നിനക്ക് എന്ത് പറ്റി? പൂജ നീ ഓക്കെ അല്ലേ? ആ ഞാൻ ഓക്കെ. പൂജ കൈ പിടിക്കേ. വിട്. നീ വാ, ഞാൻ കൊണ്ടിരുത്താം. സഞ്ജു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഓക്കെ. നീ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇതാ ഈ പാല് പിടിക്ക്, കുടിക്ക്. എടാ, എനിക്ക് പാല് വേണ്ട. നീ ക്യാൻറ്റീനിൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു കോഫി വാങ്ങി തരുമോ? കോഫിയോ? കോഫിയൊന്നും കുടിക്കാൻ പാടില്ല ഇപ്പോൾ. നീ പാല് കുടിക്കുന്നതാണ് നല്ലത്. എന്താ? അതല്ല, അന്ന് ഡോക്ടർ പറഞ്ഞില്ലേ ലോ BP ആണ്. കോഫി അങ്ങനെ എപ്പോഴും കുടിക്കാൻ പാടില്ല. ആണോ? ശരി സാർ, എന്നാൽ ആ പാലിങ്ങെടുക്ക്, ഞാൻ കുടിക്കാം. സാറ് ഇങ്ങനെ നോക്കി നിൽക്കാതെ ക്യാൻറ്റീനിൽ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വാ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ചെല്ല. ശരി, നീ ഇത് കുടിക്ക്, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. പെട്ടെന്ന് വരണം. സഞ്ജു, പൂജ എവിടെ? ക്യാബിനിലാണോ? എനിക്കൊന്ന് കാണണം. പറ്റില്ല, അവൾക്ക് വയ്യ, അവൾ റെസ്റ്റ് എടുക്കുക. ദയവേത് ഇനി അവളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. സഞ്ജു, ഞാൻ അവളെ ഡിസ്റ്റർബ്, അവൾക്ക് വയ്യാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. നിനക്കൊന്നും അറിയില്ല, അറിയാൻ നീ ശ്രമിക്കില്ല. നീ കാരണം അവളിപ്പോൾ അങ്ങേയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്ലീസ് ഇനി അവളെ ഡിസ്റ്റർബ് ചെയ്യരുത്. അവളുടെ ഏറ്റവും ബാഡ് സിറ്റുവേഷനിലൂടെയാണ് അവളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അവളെ ഇനി ഡിസ്റ്റർബ് ചെയ്യരുത്. അവൾ കുറച്ച് സമാധാനത്തിലിരുന്നോട്ടെ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതിൻ്റെ അത്രയൊന്നും വരില്ല. ബാഡ് സിറ്റുവേഷനോ? അങ്ങനെ എന്ത് ബാഡ് സിറ്റുവേഷനാണ് അവളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അവൾ ഇത്രയും തളരാൻ മാത്രം എന്ത് സിറ്റുവേഷനാണ് അവൾക്കുള്ളത്? ഷീസ് പ്രഗ്നന്റ്. വാട്ട്? എന്താ നീ കേട്ടില്ലേ? അവൾ പ്രഗ്നന്റ് ആണെന്ന്. എങ്ങനെ? സഞ്ജു, അവൾ പ്രഗ്നന്റ് ആയത് എങ്ങനെയെന്ന് നിനക്കറിയില്ലേ? ഞാനതല്ല ചോദിച്ച. സഞ്ജു, ആൽബി ഈ ടൈമിൽ എന്തിനാ ഫോൺ വിളിക്കുന്ന? ഹലോ, എന്ത് ഇമ്പോർട്ടൻറ്റ്? വാട്ട്? ഓക്കെ, ഞാൻ വരാം. ചെന്ന് ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്. ഞാൻ ഒറ്റയ്ക്കല്ല, നീ എൻ്റെ കൂടെ വരും. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് ഞാനെന്തിനാ വരുന്നത്? നീ വരും, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. പ്രേം, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന? എനിക്ക് സംസാരിക്കാനുണ്ട്, പക്ഷേ അതിനു മുമ്പ്. പ്രേം, ഞാനിവിടെ ഉണ്ട്. സഞ്ജു, നീ ചോദിച്ചില്ലേ എനിക്കെന്തോ പറയാനുണ്ടെന്ന്? എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കൂടിയാണ് പറയാനുള്ളത്. പ്രേം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വെയിറ്റ്, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പറഞ്ഞോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ എന്തിനാ പൂജ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതെന്ന് അറിയണ്ടേ? ആൽബി, നീ എന്നോട് ചോദിച്ചില്ലേ അവൾ എന്തിനാ ഒഴിവാക്കുന്നതെന്ന്? ഞാൻ പറയാം. ഒരു ദിവസം ഞങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോയി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിനൊക്കെ വരാറുണ്ട് ആക്സിഡൻറ്റിന് ശേഷം. അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. കൺസൾട്ടിന് ശേഷം കുറച്ച് ടെസ്റ്റുകൾ എടുത്തു. ഒരാഴ്ചയ്ക്ക് ശേഷം റിസൾട്ട് വന്നു. ആ റിസൾട്ടിൽ എനിക്ക് കുട്ടികളുണ്ടാവില്ല. 99% എനിക്ക് കുട്ടികളുണ്ടാവില്ല. അപ്പോൾ പൂജ അവളിപ്പോൾ പ്രഗ്നൻ്റ് അല്ലേ? അത് പൂജ പ്രഗ്നൻ്റ് ആണെങ്കിൽ അതെൻ്റെ കുഞ്ഞ. 100% എനിക്ക് പൂജയെ വിശ്വാസമാണ്. കാരണം എനിക്ക് അവളെ നന്നായിട്ടറിയാം. എനിക്കറിയില്ല പിന്നെ റിസൾട്ട് എന്താ അങ്ങനെ വന്നതെന്ന്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാനിതൊക്കെ കാട്ടിക്കൂട്ടിയത്, അവളെ ഇത്രയും വിഷമിപ്പിക്കേണ്ടി വന്നത്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം കുട്ടികളും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത്. അതിനെനിക്ക് സാധിക്കില്ല എന്നറിഞ്ഞപ്പോൾ, അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു കൂട്ടിയതാണ് അവളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. ജെസ്സിയോടാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു. അങ്ങനെയെങ്കിലും അവളെന്നെ വെറുത്തിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് പോട്ടെ എന്ന് കരുതി. പക്ഷേ
അവളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ എനിക്ക് പറ്റിയില്ല. അവളെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവളെന്നെ അവോയ്ഡ് ചെയ്ത് വേറെ ആരോടെങ്കിലും കൂടുതൽ അടുപ്പം കാണിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന. പ്രേം, സോറി. ഞാൻ അറിയാതെ തന്നെ. സാരമില്ല, എനിക്കൊരടിയുടെ കുറവുണ്ടായിരുന്നു. സോറി. എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം, ആ റിസൾട്ടിനെ പറ്റി അന്വേഷിക്കാൻ. വേണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറഞ്ഞ സ്റ്റോറിയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റോ? നീ അന്ന് കൺസൾട്ട് ചെയ്ത റിസൾട്ട് അത് നിൻ്റെതല്ലായിരുന്നു. അത് വേറൊരു പേഷ്യൻറ്റിൻ്റെതാ. വേറൊരു പേഷ്യൻറ്റിൻ്റെതോ? അതെങ്ങനെ മാറിയ? നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ ജെസ്സി വർക്ക് ചെയ്യുന്ന അന്ന് നീയും പൂജയും കൺസൾട്ട് ചെയ്ത് ടെസ്റ്റിന് കൊടുത്തിട്ട് പോയില്ലേ? ആ ലബോറട്ടറിയിൽ ജെസ്സി വർക്ക് ചെയ്യുന്ന. എന്നോടുള്ള ഇഷ്ടവും നിങ്ങൾ ഒരുമിച്ചതിൻ്റെ ദേഷ്യം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ നേരത്തെ ദേഷ്യത്തിനും സങ്കടത്തിനും അവൾ റിസൾട്ട് തമ്മിൽ മാറ്റി. അറിയാം, അവൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പ്രേം, അവൾക്ക് നിന്നെ മറക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പക്ഷേ നീ അവളോട് ക്ഷമിക്കണം. ഇതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിലോ കേസിനോ ഒന്നും പോകരുത്. അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞ് കരയുമായിരുന്നു. ആൽബി, ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥയുണ്ടല്ലോ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിൻ്റെ പേരിൽ പൂജയെ ഞാൻ എത്ര വിഷമിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് അവളുടെ സോറി. അറിയാം, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇതിൻ്റെ പേരിൽ കഷ്ടപ്പെട്ടു എന്നറിയാം. പക്ഷേ ജെസ്സിയുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കുറേ വർഷങ്ങളോളം നിന്നെ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. പെട്ടെന്ന് അവൾക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, അവളെ ഞാൻ മാറ്റിയെടുക്കും. നാളെ ഞാൻ അവളെ തിരിച്ചു കൊണ്ടുപോവാം. ഈ നാട്ടിൽ നിന്ന് അവളെ മാറ്റി നിർത്തിയ എനിക്ക് ഉറപ്പുണ്ട്. അവൾക്ക് നിന്നെ മറന്ന് വേറൊരു ജീവിതത്തിലോട്ട് പോകാൻ പറ്റും. എനിക്കതിൽ വിശ്വാസമുണ്ട്. പ്ലീസ് പ്രേം. ആൽബി, എനിക്ക് വേണം അവളെ. എനിക്ക് അവളെ ഇഷ്ടം. ഞാൻ അവളെ നേരെയാക്കി എടുത്തോളാം. ഞാൻ അവളെ കൊണ്ട് ഇവിടുന്ന് പൊക്കോളാം. നീ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. നമ്മുടെ ലൈഫിലേക്ക് പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ അവളെ ഞാൻ വിട്ടു തരില്ല. പ്ലീസ് ആൽബി, ആൽബി പൊക്കോ. പ്രേം അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം. താങ്ക് യു സഞ്ജു. ബൈ. പ്രേം, അവൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ആൽബി പറഞ്ഞതൊക്കെ കേട്ടില്ലേ? മാറും, അവ മാറ്റിയെടുക്കും. നീ നിന്റെ ലൈഫ് നോക്ക്. പൂജ പ്രഗ്നൻ്റ്. നിങ്ങളുടെ പിണക്കമൊക്കെ മാറ്റി നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കുക. അതിനിടയിൽ ഇതൊക്കെ വിട്ടേക്ക്. ഞാൻ പറയുന്നേക്ക്. നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാം. ബാ. സഞ്ജു, ഞാൻ എൻ്റെ പൂജയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ കാരണം ജെസ്സിയാന്ന് ഓർക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒക്കെ ഞാൻ വിടുക. പൂജ അവൾ പ്രഗ്നൻ്റ്. എനിക്ക് അവളെ കാണണം. നമുക്ക് അവളുടെ അടുത്തേക്ക് പോവാം. വാ. എന്നാ വാ, വണ്ടി എടുക്ക്. വഴക്കൊക്കെ മാറി രണ്ടാളും ഒന്ന് സെറ്റായ മതിയായിരുന്നു. എവിടെയായിരുന്നു? മീറ്റിംഗുള്ള കാര്യം നിന്നോട് പറഞ്ഞതല്ലേ? ഇപ്പോഴാണോ കയറി വരുന്നത്? സോറി അച്ഛ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇനി ഞാൻ ആവർത്തിക്കില്ല. ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അടുത്ത പണി തരാനുള്ള നോട്ടമാണോ അത്? ബൈ ദ വേ, ഞാൻ ഈ മീറ്റിംഗ് എന്തിനാ അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ ബിസിനസ്സും കമ്പനിയും ഒക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോവുക. ദാറ്റ് മീൻസ് ഞാനിതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പോവാന്നർത്ഥം. എനിക്ക് വേണ്ടി ഒരു റെസ്റ്റൊക്കെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അച്ഛൻ എന്ത് തീരുമാനിച്ചാലും അത് നല്ലത് തന്നെയായിരിക്കും. ബട്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം, അത് പെട്ടെന്നോ? ഇറ്റ്സ് ടു ലേറ്റ്. ഇവൻ്റെ പൊട്ടത്തരവും കുട്ടികളെയൊക്കെ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ. ഇപ്പോൾ ഏതായാലും അതിനൊക്കെ ഒരു മാറ്റമുണ്ട്. എനിക്കിപ്പോൾ അമേരിക്കയിൽ നമ്മുടെ കമ്പനിയെ പറ്റി വലിയ ടെൻഷനൊന്നുമില്ല. ഐ എം ഷുവർ നീ ഏതൊക്കെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയാം.
നീ അതിൽ ഓക്കെ അല്ലേ പ്രവീൺ? ആ അച്ഛ, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അച്ഛൻ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട. പിന്നെ പോയാൽ നമ്മുടെ ഇവിടുത്തെ ബിസിനസ് അത് ഞാൻ പ്രേമിനെ ഏൽപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെയാകുമ്പോൾ പൂജ മോളും അവൻ്റെ കൂടെ ഉണ്ടാവും. അവൻ എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും അവളോട് ഹെൽപ്പ് ചെയ്യും. അവളുടെ ലൈഫിൽ വന്നതിന് ശേഷം അവന് നല്ല മാറ്റമുണ്ട്. ഇനിയും അവൻ്റെ തീരുമാനങ്ങളിൽ അവളുണ്ടാവുമല്ലോ. അതിൻ്റെ ആവശ്യമില്ല അങ്കിൾ. അങ്കിളുടെ മോന് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നന്നായിട്ട് അറിയാം. അയാളുടെ ലൈഫിൽ എന്ത് വേണം എന്ത് വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ അയാൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കമ്പനിയുടെ കാര്യത്തിൽ എൻ്റെ ആവശ്യം പ്രേമന് എന്തായാലും വേണ്ടി വരില്ല. മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഓഫീസിൽ വരും, എല്ലാ ജോലിയിലും അവനും കൂടെ ഇൻവോൾവ് ആവുന്നുണ്ട്. അതൊരു നല്ല മാറ്റം തന്നെയാണ്. പിന്നെ അവൻ്റെ കൂടെ പൂജയുണ്ടല്ലോ, അച്ഛൻ പറഞ്ഞ പോലെ. അവൻ്റെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പിന്നെ അവന് എക്സ്പീരിയൻസ് കുറവാ, സാരമില്ല. CEO പോസ്റ്റിലാണെങ്കിലും അവനൊരു പേഴ്സണൽ സെക്രട്ടറിയും കൂടി നമുക്ക് ഹയർ ചെയ്യാം. അതാകുമ്പോൾ കുറച്ചൊരു എളുപ്പമായിരിക്കും. ഷുവറായിട്ടും നമുക്കൊരു കാര്യം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂസ് വെക്കാം. ഇൻ്റർവ്യൂവിൽ പാസ്സാവുന്ന ആളെ നമുക്ക് അവന് വേണ്ടി തിരഞ്ഞെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല ഏട്ടാ. എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് എനിക്ക് പൂജയെ തന്നെ മതി. അവളാകുമ്പോൾ എനിക്കെല്ലാം ഈസി ആയിരിക്കും. വേണ്ട, എനിക്ക് അതിന് താല്പര്യമില്ല. അത് ഞാൻ എന്തങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മാനേജർ പോസ്റ്റിൽ വന്നിട്ട് അധികമൊന്നും ആയില്ല. എനിക്കും പ്രേമിനെ പോലെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്ത് വെക്കുന്നതായിരിക്കും അങ്കിൾ ബെറ്റർ. മാനേജർ പോസ്റ്റിലോട്ട് വരുമ്പോൾ മോൾ ഇത് തന്നെയല്ലേ പറഞ്ഞ? എന്നിട്ട് അവിടെ മോള് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തില്ലേ? അതുപോലെ ഇവിടെയും പറ്റും. രണ്ടുപേർക്കും നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എന്നാൽ ഇങ്ങനെ രണ്ടാളും നമ്മുടേതായ സീറ്റിൽ കയറിക്കോ. അങ്കിൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് രണ്ടുപേരെയും വിശ്വാസം. അതുകൊണ്ടാണ് പറയുന്നത്. രണ്ടാളും ഇന്ന് തന്നെ നിങ്ങളുടെ പുതിയ ക്യാബിലോട്ട് പൊക്കോ. വർക്ക് ചെയ്ത് തുടങ്ങിക്കോ. നല്ല മെല്ലെ എക്സ്പീരിയൻസ് താനേ ആയിക്കോളും. അച്ഛൻ പറഞ്ഞാൽ ശരിയാ. വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് താനേ വന്നോളും. രണ്ടാൾക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഏട്ടാ. ഇവളെന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. എന്തായിരിക്കും? എഴുതി കഴിഞ്ഞിട്ട് വേണം അവളോടൊന്ന് മനസ്സോർന്ന് സംസാരിക്കാൻ. ഇതാ, ഇത് പിടിക്കുക. പൂജ, ഇതെന്താ? ഓപ്പൺ ചെയ്ത് വായിക്കേ. എൻ്റെ റിസൈൻ ലെറ്ററാ. ഇതെന്തിനാ? കുറച്ചുകൂടെ വൈകി എല്ലാവരോടും പറഞ്ഞിട്ട് റിസൈൻ ചെയ്ത് പോകണമെന്ന് കരുതിയതാ. പക്ഷേ അങ്കിളുടെ ഈ തീരുമാനം അത് ഇത്ര ഫാസ്റ്റായി പോകുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കിനി ഈ കമ്പനി വർക്ക് ചെയ്യണമെന്ന് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിലും ഒരു ക്യാബിൽ ഇനി നമ്മൾ രണ്ടുപേരും ശരിയാവില്ല. നീ എന്ന് ലൈഫിൽ നിന്ന് പോകാൻ പറഞ്ഞില്ലേ? സോ നിൻ്റെ ലൈഫിൽ നിന്ന് പോകാൻ ഞാൻ റെഡിയാണ്. നിനക്ക് നീ ആഗ്രഹിച്ച പോലെ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. ഇനി നിൻ്റെ ലൈഫിൽ ഞാനൊരു തടസ്സമായിട്ട് വരില്ല. പ്രേം, താങ്ക്സ് ഫോർ എവറിത്തിങ്. ഇനി എനിക്കൊന്നും പറയാനില്ല. ഞാൻ പോവാം. ബൈ. മേഡം ഒന്ന് അവിടെ നിന്നേ. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുമ്പോഴും ഒരു ചെറിയ കടം ഇപ്പോഴും ബാക്കിയുണ്ട്. എന്ത് ബാക്കിയുണ്ട്? എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒന്നും കൊണ്ട് നീ ഇവിടെ നിന്ന് പോകുന്ന, അതെനിക്ക് തിരിച്ചു വേണം. നിൻ്റെ എന്ത് സാധനമാണ് എൻ്റെ അടുത്തുള്ളത്? എൻ്റെ കുഞ്ഞ്, അതെനിക്ക് വേണം. എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്കെന്താ ഒന്നും പറയാനില്ലേ? നിൻ്റെ കുഞ്ഞോ? ഏത് കുഞ്ഞ്? ഇതെൻ്റെ കുഞ്ഞ്. നിനക്കും എൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനും യാതൊരു ബന്ധവുമില്ല. നിൻ്റെ കുഞ്ഞോ? വെറുതെ മല നടന്ന ആകാശത്തോട് നോക്കിയാൽ കുഞ്ഞു താനേ വന്ന് വയറ്റിലിരിക്കില്ല. അതിന് ഞാനും കുറേ സഹായിച്ചിട്ടുണ്ട്. എനിക്കറിയാം, അതെൻ്റെ കുഞ്ഞാ, നമ്മുടെ കുഞ്ഞ്. അതെങ്ങനെ സംഭവിക്കും?
നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിന്റെ മനസ്സിൽ മറ്റാരൊക്കെ എന്നല്ലേ പറഞ്ഞിരുന്ന? അങ്ങനെയുള്ളപ്പോൾ ഈ കുഞ്ഞ് നീയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇത് എൻ്റെ കുഞ്ഞ. പൂജ, നീ നീ ഓക്കെ അല്ലേ? ഈ കുഞ്ഞിന് നിനക്കും യാതൊരു ബന്ധവുമില്ല. പൂജ നിൽക്ക്. പൂജ, മോനെ പ്രേം, പൂജ മോക്ക് എന്തു പറ്റി? അവളെവിടെ? ആൻറ്റി ആൻറ്റി ടെൻഷൻ ആവണ്ട, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ വന്നത്? പ്രേം, പൂജ എവിടെ? എന്താ പറ്റിയേ? അത് അവൾ ജസ്റ്റ് ഒന്ന് തല കറങ്ങി. അപ്പോൾ ഹേയ്, പേടിക്കാനൊന്നുമില്ല. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഗുഡ് ന്യൂസോ? അതെ, പേഷ്യൻ്റ് അവൾ പ്രഗ്നൻ്റ് ആണ്. 2.5 വീക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവൾ നല്ല മയക്കത്തിലാണ്. കുറച്ച് കഴിഞ്ഞ് റൂമിലോട്ട് മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാം. ഓക്കെ? താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അഞ്ജു, ഞാൻ ചിനി മോളെന്ന് വിളിച്ച് പറയട്ടെ ഈ കാര്യം? അവൾക്ക് ഒരുപാട് സങ്കടമാവും. അവളിപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. ശരിയാ, ഞാനും വീട്ടിലൊന്ന് വിളിച്ച് പറയട്ടെ? അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാവും. ഇവരൊക്കെ എന്ത് ഹാപ്പിയാ. പൂജയ്ക്ക് ബോധം വരുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഹേയ് പൂജ, താൻ എഴുന്നേറ്റോ? ഡോൺ വെറി, തനിക്കൊരു കുഴപ്പമില്ല. തനിക്ക് മാത്രമല്ല, തൻ്റെ കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഡെയിലി മറക്കാതെ കഴിക്കണം. തൻ്റെ ബോഡി കുറച്ച് വീക്കാണ്. വേറെ ഒരു പ്രശ്നവും കാണുന്നില്ല. തൻ്റെ ഫാമിലി പുറത്തുണ്ട്. ഞാൻ അകത്തോട്ട് വിളിക്കാം. മോളെ പൂജ, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? അഞ്ജു, അവള് നമ്മൾ വന്നതൊന്നും കണ്ടില്ലാന്ന് തോന്നുന്നു. അവര് ഇപ്പോഴല്ലേ ഈ കാര്യം അറിഞ്ഞ? അവർക്ക് തമ്മിൽ സംസാരിക്കാൻ എന്തെങ്കിലും കാണും. വാ, നമുക്ക് പുറത്തു പോവാം. പൂജ, എനിക്കറിയാം നിനക്കിപ്പോൾ എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന്. അതൊരിക്കലും ഒരു തെറ്റല്ല. കാരണം ഞാൻ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ. പ്രേം, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കിതിൻ്റെ അവസ്ഥ മനസ്സിലാവും. എല്ലാം അവസാനിപ്പിച്ച് നിനക്കിഷ്ടമുള്ള ലൈഫ് തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനൊരു ട്വിസ്റ്റ് ദൈവം തരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? സാരമില്ല, ഞാൻ എൻ്റെ കുഞ്ഞു നിനക്കൊരിക്കലും ഒരു ശല്യമാവില്ല. നിനക്കിഷ്ടമുള്ള പോലെ ജീവിക്കാം. പൂജ, നീ എന്തൊക്കെയായി പറയുന്ന? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ട പ്രേം, ഇനിയൊരു എക്സ്പ്ലനേഷൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. ആരും ഒന്നും അറിയാതെ ഇവിടെ നിന്ന് പോകണമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും അറിയിക്കേണ്ടി വന്നു. ആരും ഒന്നും അറിയാതെ നിനക്ക് എങ്ങോട്ടാണ് പോവേണ്ട. നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ആദ്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ കേൾക്ക്. അത് കഴിഞ്ഞ് നീ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. പൂജ, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് എനിക്കന്ന് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. നീ അല്ലാതെ വേറെ ആരും എനിക്കിഷ്ടമല്ല. സത്യവും ഞാൻ പറയുന്നത്. ഒരു കഥ പറയും പോലെ സിമ്പിളായിട്ട് നീ പറഞ്ഞു തീർത്തു. പക്ഷെ ഞാൻ അനുഭവിച്ച വേദനയോ? നിനക്കെന്നെ സത്യസന്ധമായി ഇഷ്ടമായിരുന്നെങ്കിൽ ഒരിക്കലും നീ എന്നോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പം ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നിനക്കറിയോ? മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ടില്ല ഞാൻ. നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നറിയോ? എന്തിന്? ഇതിനൊക്കെ ആരാ കാരണം? പൂജ, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. എന്നെ നീ ഒരുപാട് വേദനിപ്പിച്ചു. ഇനി നിനക്കൊരവസരം തന്നും വീണ്ടും ഞാൻ പറ്റിക്കപ്പെടില്ല. നമ്മൾ തമ്മിൽ ഇനി ശരിയാവില്ല. ഇത് ഇവിടെ വെച്ച് നിർത്താം നമുക്ക്. അതാ നമുക്ക് നല്ലത്. നീ പറഞ്ഞത് നന്നായിട്ട് ആലോചിച്ചിട്ടുള്ള തീരുമാനമാണോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നിൻ്റെ ഈ തീരുമാനം അത് നിൻ്റെ അവസാനത്തെ തീരുമാനമാണോ എന്ന്? എനിക്ക് നിന്നെ ഇഷ്ടം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നിന്നെ ഞാൻ അത്രയും സ്നേഹിച്ചു. പക്ഷേ ഞാനൊരിക്കലും നിന്നോട് ക്ഷമിക്കില്ല. എനിക്കതിന് കഴിയില്ല. പൂജ, ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ എന്താ നീ എന്താ ഇങ്ങനെ? അവിടെ നിൽക്ക്, എൻ്റെ അടുത്തേക്ക് വരരുത്.
ഇന്ന് ഞാൻ നിന്നെ ക്ഷമിച്ചാൽ ഇനി എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇതുപോലെ നീ എന്നെ സിമ്പിളായിട്ട് ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എനിക്ക് പറ്റില്ല. പൂജ, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ലൈഫിൽ ഇനി എന്ത് പ്രോബ്ലം വന്നാലും നീ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് തീരുമാനം എടുക്കും. പ്ലീസ്. ഇതിൻ്റെ പേരിൽ നീ കുഞ്ഞിനെയും കൊണ്ട് പറയാതെങ്ങും പോകരുത് പ്ലീസ്. ഇല്ല, നിനക്ക് കുഞ്ഞിൻ്റെ അടുത്ത് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നിനക്കതിനെ സ്നേഹിക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് നോക്കാം. പക്ഷേ ഞാനുമായിട്ട് നിനക്കിനൊരു ബന്ധവുമില്ല. നീ എന്നോട് ചെയ്തതിനൊക്കെ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ കഴിയും. അന്ന് മാത്രമേ പഴയ പോലെ നമ്മളിനി ജീവിക്കൂ. പൂർണ്ണമായിട്ടും നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയുന്നവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. കുഞ്ഞിൻ്റെ കാര്യമല്ലാതെ വേറെ ഒരു കാര്യത്തിനും നീ എൻ്റെ അടുത്ത് വരരുത്. എനിക്ക് നീയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ സമ്മതമാണെങ്കിൽ മാത്രം ഞാനിവിടെ നിൽക്കും. പൂജ, നീ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. പക്ഷേ നീയും കുഞ്ഞും എന്നെ വിട്ട് പോകരുത്. ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാനും കുഞ്ഞും എങ്ങും പോവില്ല. എൻ്റെ മനസ്സ് മാറുന്നവരെ നീ വെയിറ്റ് ചെയ്യണം. ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. ഓർമ്മകളില്ലെങ്കിൽ സ്വപ്നങ്ങളില്ലാതെയാവും ഞാൻ വെറും പാഴ്മരുഭൂമി.